അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിന് നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ സംഘടനകളിൽ എല്ലാ സംഘടനകളിലും ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ വ്യത്യാസം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനും മാധ്യമങ്ങൾ കൂടെയാണ് ഇതെല്ലാം അറിയുന്നത്. പക്ഷെ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് അറിയില്ല. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അഭിപ്രായം ഞാൻ പറയാം. രണ്ടുപേരുടെ ഭാഗവും കേൾക്കണമല്ലോ. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ നേതൃത്വം വരുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു സമാധാനവും ഒരു ബാലൻസും വരുന്നത്. അപ്പൊ അതൊരു സംഘടനയിലേക്കും കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊന്ന് വേറൊരു ഇൻഡസ്ട്രിയിലും കാണിക്കാത്തൊരു ധൈര്യമാണ്. അപ്പൊ അവരുടെ ശരിക്കുമുള്ള കഴിവും അവരുടെ എത്രത്തോളം അവർ കേപ്പബിൾ ആണെന്നുള്ളത് ഇനി കുറച്ച് സമയം കൂടെ കൊടുക്കണം. ഇവരെല്ലാവരും ഇപ്പൊ ശ്വേത ചേച്ചി ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം.